ഹലോ ഗൈസ്, ഞങ്ങൾ ഒരിടം വരെ പോവാന്ന് പറ. കുഞ്ഞായി ഹലോ പറ. ഫ്രീക്കൻ ഹാൻ. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രനെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് പോവാണ്, ഡോക്ടറിന്റെ ക്ലിനിക്കിൽ. അപ്പം ആളിനോട് എവിടെയാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉറക്കം എഴുന്നേറ്റ് വന്ന ഒരു മൂഷാട്ടിലേക്ക് ഇരിക്കുമായിരുന്നു. ഇന്നാണ് ഫ്ലൂ വാക്സിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹരികുമാർ ഡോക്ടറിനോട് പോവാണ്. അത് ചെട്ടുളങ്ങരയാണ്. ഇതേ ചെട്ടുളങ്ങര അമ്പലത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് കാണുന്ന ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിലാണ്. കാണിക്കാം, ദാസ് മെഡിക്കൽസ് ഇവിടെയാണ് നമ്മൾ ഡോക്ടറിനെ കാണിക്കുന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് ആളിന് ദാഹിച്ചു പോയി, കുറച്ച് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, പേടിയായിപ്പോയി. ഇഞ്ചക്ഷൻ എടുക്കാനാണോ എന്താ? അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്ക് ആളിന് ചെറിയൊരു പേടിയൊക്കെ ആയി. അവിടെ വന്നപ്പോഴത്തേക്ക് സ്ഥലം കാണുമ്പോഴത്തേക്ക് ആളിന് അറിയാമല്ലോ, മിക്കവാറും വരുന്നതല്ലേ, അപ്പോൾ അറിയാവുന്നതുകൊണ്ട് ആളിന് ഭയങ്കര മൗനമായിപ്പോയി. പിന്നെ അനക്കമൊന്നും ഇല്ല. പിന്നെ ഞാനിങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ കുരുക്കി വഴക്കിടിപ്പിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പം നിന്നെ സൂചി കുത്തും പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളോട് 5 മണിക്ക് വരാൻ പറഞ്ഞു. ഡോക്ടർ ഇത്തിരി ലേറ്റായി, വന്നിട്ടില്ലായിരുന്നു. ആ ടൈം ആയപ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവർ വന്നിട്ട് നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം തന്നു. ആളിനെ ഇങ്ങനെ ഞാൻ ഇളക്കിയിരിക്കും. ഇപ്പം സൂചി വെക്കും, ഹാനെ നിന്നെ ഇപ്പം കരയിക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് വരാതെ ഇങ്ങനെ അമ്മയെടുത്ത് പരാതിയും പറഞ്ഞുകൊണ്ട് ആളിങ്ങനെ നടക്കുക. അതിനപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വെറുതെ അകത്തോട്ടൊന്ന് കയറിയെല്ലാം ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. ഡോക്ടർ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. പിന്നെ മോനെ എല്ലാം ചെക്ക് ചെയ്തു. കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെല്ലാം കൺസൾട്ടിങ് അല്ല, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. കുഴപ്പമെങ്കിൽ ചൂടൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ എല്ലാം ചോദിച്ചു. ഇന്നലത്തെ ഒരു ദിവസം അവന് ചൂടില്ലായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല, എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ചൂടുണ്ടായിരുന്നു, ചെറിയ മൂക്കൊലിപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, നീ വീട്ടിൽ ഇങ്ങനെ കിടന്ന് കൂവത്തില്ലേ, കരയത്തില്ലേ, അതുകൊണ്ട് നിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുവന്ന് നീ അങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. അപ്പം പറയാം, ഇനി ഞാൻ ബഹളം വെക്കത്തില്ല, കരയത്തില്ല അമ്മേ, ഇഞ്ചക്ഷൻ വെക്കുവോ, ഡോക്ടറിനോട് ഇഞ്ചക്ഷൻ വെക്കല്ലേ എന്ന് പറയണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ തരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കയറി. പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ്, എത്ര 3 മാസം ആകുമ്പോഴത്തേക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, 2 സീസൺസ് കവർ ചെയ്യാൻ പറ്റും ഈ ഫ്ലൂ വാക്സിൻ കൊണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. മീനുട്ടിക്കും മീനുട്ടിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് മീനുട്ടിക്കും ഇനി കൊണ്ടുപോയി എടുക്കണം. മിക്കവാറും സൺഡേ ആയിരിക്കും മീനുട്ടിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആള് വലിയ പ്രശ്നമില്ല. മീനുട്ടി ആണെങ്കിൽ ഈ സിറിഞ്ചൊക്കെ കാണുമ്പോഴത്തേക്ക് നീഡിലൊക്കെ കാണുമ്പോഴേ കരയുമല്ലോ. മോൻ അതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പേടിച്ചാണ് ആൾ ഇരുന്നത്. എന്നാലും അങ്ങനെ പ്രതീക്ഷിച്ച പോലുള്ള കരച്ചിലെ കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുവരെ ആളിന് പെയിനോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചോദിച്ചു ഇതുപോലെ പെയിൻ കാണുമോ, എല്ലാ കാര്യങ്ങളും തിരക്കി. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ മോളൊക്കെ എടുത്തപ്പോൾ അങ്ങനെ പെയിനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളും വേദനയൊന്നും കാണത്തില്ലായിരിക്കും എന്ന്. ഡോക്ടർ പറഞ്ഞ് ചിലവർക്ക് കാണും പെയിന്, ചിലപ്പോൾ ചൂട് കൊള്ളും എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഇതേ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ആൾ കരയാൻ തുടങ്ങി. അതുവരെ ആൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. സൂചി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം നൊന്തിട്ട് തന്നെയാണ് ആൾ കരഞ്ഞ്. നമ്മുടെ മീനുട്ടിയുടെ കൂട്ടുള്ള കള്ളക്കരച്ചിലൊന്നും അല്ല, പാവം നല്ലപോലെ കരഞ്ഞ്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങ് സങ്കടമായി. ഞാൻ അപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ അങ്ങ് ഓഫാക്കി. അത്രയും ഞാൻ എടുത്തോളൂ. വേദന എടുത്തോ മോനെ? ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടർ? ഇങ്ങോട്ട് നോക്കിയേ, വേദന എടുത്തോ? പോട്ടെ കേട്ടോ, വായു വരാതിരിക്കാനില്ലയോ. ഞങ്ങളുടെ ഇവിടെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ ഇല്ലേ കുഞ്ഞായി? എവിടെ മോനെ ഇഞ്ചക്ഷൻ വെച്ചേ? അവരാന്നോ? എന്തുവാ? ഇവിടെ വന്നോ കുത്തിയേ? പോട്ടേട്ടാ. ഇപ്പം മാറും കേട്ടോ വേദന. ഇയ്യോ, ഒന്നും എടുക്കാതെ. ഒരു 10 മിനിറ്റ് നമ്മളോട് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തു.
ദേ നമ്മുടെ ചിറ്റളങ്കര അമ്പലം. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് എന്ന് വെച്ചാൽ ഇറങ്ങിയില്ല, അല്ലാണ്ട് വണ്ടി ഇരുന്ന് തന്നെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ വിട്ടു. നേരെ വിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിയുമ്പം നാരങ്ങ വെള്ളം കുടിക്കാനായിട്ടാണ് നമ്മൾ പോയത്. നമുക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുഞ്ഞായിക്കും കരയുമൊക്കെ ചെയ്തല്ലേ, ഇഞ്ചക്ഷനൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറി. അവിടെ കയറിയപ്പോൾ അവൻ ഐസ്ക്രീം വേണം, അതിന് കാണിച്ചു തരുവാണ് ഐസ്ക്രീം വേണമെന്ന്. അകത്തേക്ക് നമ്മൾ കയറി. അവിടേക്ക് കയറിയപ്പം നല്ല സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, പപ്സ് സാധനങ്ങളൊക്കെ. പിന്നെ കുഞ്ഞായിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ മോന് വേണ്ട സാധനങ്ങളൊക്കെ ഈ എന്തായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയേ, അത് വാങ്ങി. ട്രീറ്റിൻ്റെ ആണ് സാധനം. പിന്നെ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു, പിന്നെ ലേസ്, പിന്നെ ഒരു ജെല്ലി മിഠായി, അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കൊരു ലൈമും പറഞ്ഞു, പിന്നെ ഒരു സമോസയും ഒരു പപ്സും, ഒരു മീറ്റ് പപ്സും പറഞ്ഞു. അപ്പം ഇത് ഞങ്ങളും പറഞ്ഞു. ഇതൊക്കെ വാങ്ങി കുടിച്ച് പയ്യെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിച്ച്. അവന് അതൊന്നും വേണ്ട, അവൻ എന്തൊക്കെയോ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നോക്കി 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 നടക്കുവാണ്. ലാസ്റ്റ് അവൻ്റെ ആ ജെല്ലി മുട്ടായിയിൽ അവൻ വന്ന് എത്തി സ്റ്റക്കായി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ നേരെ വീട്ടിലെത്തി നമ്മൾ മീനുട്ടിയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നേ. മീനുട്ടിയെ കൊണ്ടുപോകാഞ്ഞത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോലെ ക്ലിനിക്കിൽ പോവല്ലേ, അവിടെ പനിയുള്ളവരൊക്കെ വന്നാലോ എന്ന് കരുതിയിട്ടാണ് മീനുട്ടിയെ കൊണ്ടുപോകാഞ്ഞത്. മീനമ്മ മിച്ചറോ പാപ്പത്തിന്നായിരുന്നോ? മീനമ്മ കാലിൽ ഇഞ്ചക്ഷൻ വെച്ച് ചേട്ടാട് കുഞ്ഞ് കരഞ്ഞ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.